Good afternoon, everyone. Welcome to OET Writing Live, that is exclusively for last minute preparation for your upcoming examination, presented by Teachers Academy. Good afternoon, everyone. So let's just take a couple of seconds so that our viewers can join with us. Yes, so why we are coming up with this last minute preparation lives എന്ന് പറഞ്ഞാൽ obviously for on this coming Saturday and another bunch of candidates are going to have their examination. കഴിഞ്ഞ രണ്ടാഴ്ച മുന്നത്തെ പോലെ ഈ ഒരു സാറ്റർഡേയിൽ എന്താണ് another set of candidates are going to have their OET examination. So as part of their OET preparation, as part of their examination, our examination preparation ഭാഗമായിട്ട് as part of their last exam preparation, we are coming up with the last minute strategies which you people need to be aware before you go for the exam. എക്സാമിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ അവെയർ ആകേണ്ട സ്ട്രാറ്റജീസിനെയും കാര്യങ്ങളെയും പറ്റിയും എല്ലാമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു പെർട്ടിക്കുലർ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് എക്സ്ക്ലൂസീവ്ലി ഫോക്കസിങ് ഓൺ സ്റ്റുഡൻസ് that's are going to have their exam on this coming Saturday. സോ എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസിന് മാത്രമല്ല ഈ ഒരു പറയുന്ന കാര്യങ്ങളെല്ലാം എന്താണ് OET എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. യെസ്, സോ ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം. All right, so those who are having doubts regarding your respective writing module, so writing module പറ്റിയുള്ള നിങ്ങളുടെ ഡൗട്ട്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ലെറ്റ് മീ നോ ത്രൂ ദ കമൻറ്റ് ബോക്സ് വിച്ച് വിൽ ബി ഡിസ്കസ് ത്രൂ ദിസ് ലൈവ് സെഷൻ ആസ് വെൽ. സോ നിങ്ങൾക്ക് ലൈവായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചാറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മളത് ലൈവായിട്ട് എന്ത് ചെയ്യുന്നതായിരിക്കും, അഡ്രസ്സ് ചെയ്യുന്നതായിരിക്കും വൺ ബൈ വൺ. യെസ്, സോ യെസ്. All right, good afternoon, Atira. Good afternoon, welcome to the session. Yes, good afternoon, everyone. All right, so are you guys ready? Shall we start our session? Yes. സോ ഓൺ ദിസ് കമ്മിങ് സാറ്റർഡേ നമ്മുടെ അടുത്ത ബഞ്ച് ഓഫ് കാൻഡിഡേറ്റ്സ് എന്താണ്, എക്സാമിനേഷനാണ്. സോ വെൻ ഇറ്റ് കംസ് ടു ദിസ് പെർട്ടിക്കുലർ എക്സാമിനേഷൻ, സോ OET റൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ദാറ്റ് വി നീഡ് ടു ബി അവെയർ. സോ സച്ച് കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ്, സച്ച് കൈൻഡ് ഓഫ് information will be discussed in this particular live session. And if you're having any doubts regarding anything related to your OET writing, you people can let me know through the comment box as well. Okay. So what I thought for this particular session is, I am planning to give you some words over there. So I will be asking you people, I'll be requesting you people to construct a proper sentence using these words. ഈ വേർഡ്സ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് ആ സെൻറ്റൻസ് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്ത് കാണിക്കുക. ആൻഡ് വൈ ഐ ചൂസ് ദിസ് പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് തരുന്ന ഇൻഫർമേഷൻസ് നിങ്ങൾ വേറൊരു രീതിയിൽ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതി വരുമ്പോൾ കറക്റ്റായിട്ടുള്ള മീനിങ് തന്നെ വേണം അവിടെ കൺവേ ചെയ്യാനായിട്ട്. സോ അങ്ങനത്തെ കുറച്ച് ആക്സിഡൻറ്റൽ മിസ്റ്റേക്സ് നമ്മൾ പേപ്പർ കറക്ഷൻ്റെ ഇടയ്ക്ക് നോട്ടീസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സെഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഫോർ യു പീപ്പിൾ. സോ ദ വെരി ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് പേഷ്യൻ്റ് എന്താവാം, ഹി ആവാം, ഷീ ആവാം, ദാറ്റ് ഇസ് അപ് ടു യു പീപ്പിൾ. ഡിപ്രഷൻ, പേഷ്യൻറ്റിന് എന്തുണ്ട്, ഡിപ്രഷനുണ്ട്. ആൻഡ് death of parents, death of parents, 1.5 years untreated. So this is the words for you people: depression, death of parents, 1.5 years
അൺട്രീറ്റഡ്. സോ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഡിപ്രഷൻ, ഡെത്ത് ഓഫ് പാരൻസ് 1.5 ഇയേഴ്സ് അൺട്രീറ്റഡ്. സോ 1.5 ഇയേഴ്സ്, ഡെത്ത് ഓഫ് പാരൻസ്, ഡിപ്രഷൻ, അൺട്രീറ്റഡ്. ദീസ് ആർ ദ കീ വേർഡ്സ് ഫോർ യു പീപ്പിൾ. സോ നൗ ഐ റിക്വസ്റ്റ് യു പീപ്പിൾ ടു കൺസ്ട്രക്ട് ദ സെൻറ്റൻസ് ബേസ്ഡ് ഓൺ ദിസ് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ. സോ ഇങ്ങനൊരു ഇൻഫർമേഷനാണ് കേസ് നോട്ടിൽ നിങ്ങൾക്ക് തരുന്നതെങ്കിൽ ഇതെങ്ങനെ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുമായിരിക്കും. സോ ഈ ഒരു ഇൻഫർമേഷൻ കൊടുത്തിരിക്കുന്നത് ഏത് പോർഷനിലാണ്? മെഡിക്കൽ ഹിസ്റ്ററിയിലാണ്. മെഡിക്കൽ ഹിസ്റ്ററിയിലുള്ള ഒരു ഇൻഫർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഹൗ യു പീപ്പിൾ ക്യാൻ കൺസ്ട്രക്ട് ദിസ് ഇൻഫർമേഷൻ ഇൻ ടു എ പ്രോപ്പർ സെൻറ്റൻസ്? സോ പ്ലീസ് ലെറ്റ് മീ നോ ത്രൂ ദ കോമെൻറ്റ് ബോക്സ്. യെസ് ഏഞ്ചൽ, ഗുഡ് മോർണിംഗ് ടു യു. ഓൾ റൈറ്റ്, യെസ്, വെൽക്കം ടു ദ സെഷൻ. Yes. So in what all ways? All right, depression, untreated, death of parents 1.5 years. Yes. So patient in the medical history ആണ് പറയുന്നത്. Depression is there, death of parents 1.5 years untreated. So patient in the medical history. Jobin, hi Jobin, good afternoon. Olivia, good afternoon and welcome to the session. Yes. സോ ദിസ് പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററിയാണ് പറയുന്നത്. ഡിപ്രഷൻ. സോ ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദിസ് പെർട്ടിക്കുലർ സെൻറ്റൻസ്? ഡിപ്രഷൻ, ഡെത്ത് ഓഫ് പാരൻസ് 1.5 ഇയേഴ്സ് അൺട്രീറ്റഡ്. Two days. So this is the next set of information. Presented, cough, fever, 2 days. So patient എന്തായി? Presented ആയി. എന്തൊക്കെയായിട്ട്? കോഫും ഫീവറും ആയിട്ട് 2 days ആയിട്ട്. So these two are the information that I provided for you people. So I would request you people to construct the sentence using this information. Hi Preeti, good afternoon. Femi, good afternoon everyone. Kirti, Jibin, hi, good afternoon and welcome to the session. Okay, so Jobin has said she has had depression since 1.5 years due to the death of her parents, which was untreated. Okay, so hi Kirti, good afternoon and welcome. Okay, so Jobin has marked his answer. Alright, so this is the area that you need to be constructed. You need to be very careful about. So നിങ്ങൾ ഇങ്ങനെയാണ് ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ജോബിൻ, ഇറ്റ് മീൻസ് പേഷ്യൻറ്റിന് എന്തുണ്ട്? ഡിപ്രഷൻ ഉണ്ട് 1.5 ഇയേഴ്സ് ആയിട്ട് ഡ്യൂ ടു ദ ഡെത്ത് ഓഫ് ഹെർ പാരൻസ് വിച്ച് വാസ് അൺട്രീറ്റഡ് എന്ന് പറയുമ്പോൾ ദിസ് കൺവേസ് ദ മീനിങ് ദാറ്റ് ഇവരുടെ പാരൻസിൻ്റെ ഡെത്ത് എന്താണ്? അൺട്രീറ്റഡ്, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്നൊരു മീനിങ് അവിടെ എന്ത് ചെയ്യാനുണ്ട്? കൺവേ ആകാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് നമ്മൾ എങ്ങനെ വേണം എഴുതാനായിട്ട്? 1.5 ഇയേഴ്സ് ആയിട്ടുള്ള ഡിപ്രഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഹാസ് ഹാഡ് ഉപയോഗിക്കാം. ബിക്കോസ് നേരത്തെ തുടങ്ങി ഇപ്പോഴും അവർക്ക് എന്തുണ്ട്? ഡിപ്രഷൻ ഉണ്ട്. സോ ഷീ ഹാസ് ഹാഡ്. വാട്ട് ഈസ് ദ ഡിപ്രഷൻ? ഷീ ഹാസ് ഹാഡ് ഡിപ്രഷൻ. എപ്പോൾ തൊട്ട്? സിൻസ് ആണോ 4 ആണോ യൂസ് ചെയ്യുക? ഡിപ്രഷൻ. We are using since if there is a particular time, point of time is there. ഇപ്പോൾ 1993 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഓഫ് ടൈം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? സിൻസ് യൂസ് ചെയ്യാം. അതേ സമയത്ത് ഇൻ ദിസ് പെർട്ടിക്കുലർ ഇൻഫർമേഷൻ 1.5 ഇയേഴ്സ് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1.5 ഇയേഴ്സ് ആയിട്ട് എന്നാണ് വരേണ്ടത്. സോ അവിടെ സിൻസിന് പകരം എന്ത് ഉപയോഗിക്കണം? 4 ഉപയോഗിക്കണം. സോ ഷീ ഹാസ് ഹാഡ് ഡിപ്രഷൻ for the last 1.5 years due to death നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതർവൈസ് വി ക്യാൻ ഗോ ഫോർ ഡിമൈസ്. നമുക്ക് എന്ത് യൂസ് ചെയ്യാവുന്നതാണ്? ഡിമൈസ് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഷീ ഹാസ് ഹാഡ് ഡിപ്രഷൻ ഫോർ ദ ലാസ്റ്റ് 1.5 ഇയേഴ്സ് ഡ്യൂ ടു ഡെത്ത് ഓർ ഡിമൈസ്. ബോത്ത് ആർ സെയിം. ഡിമൈസ് ഓഫ് ഹർ പാരൻസ്.
സോ ഇത്രയും പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അവർക്ക് ഡിപ്രഷൻ ഉണ്ട് കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഡ്യൂ ടു ഡെത്ത് ഓഫ് ഹർ പേരൻസ്. സോ ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു ഇൻഫർമേഷനും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് അൺട്രീറ്റഡ്. സോ അൺട്രീറ്റഡ് എന്ന് പറയുന്നത് വിച്ച് വാസ് അൺട്രീറ്റഡ് എന്നാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? ഡെത്ത് ഓഫ് പാരൻസ് വാസ് അൺട്രീറ്റഡ്. പക്ഷെ നമ്മൾക്ക് എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഡിപ്രഷൻ അവർക്ക് എന്താണ്? അൺട്രീറ്റഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ഷീ ഹാസ് ഹാഡ് untreated depression. So she has had untreated depression for the last 1.5 years due to death or demise of her parents. This is something that we have to be very careful. ഇനി അടുത്തത് presented with. Okay, so Olivia has come up with the next question's answer. Presented cough, fever 2 days. സോ പേഷ്യൻ്റ് എന്താണ്? പ്രസൻറ്റഡ് ആയി എന്തൊക്കെ ആയിട്ട്? കോഫും ഫീവറും ആയിട്ട് 2 days. സോ സിൻസ് 2 days എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സിൻസ് 2 days. ഓക്കെ ഒലീവിയ, ദർ ഇസ് എ സ്ലൈറ്റ് മിസ്റ്റേക്ക് ഓവർ ദെയർ. ഓക്കെ, ഹൗ വി ക്യാൻ കൺസ്ട്രക്ട് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്? മിസ്റ്റർ X, she was presented with the complaints of cough and fever since 2 days. Since 2 days വരുമോ ജോബിൻ? സിൻസ് 2 days എന്ന് പറയുന്നത് എന്താണ്? ഒരു പീരീഡ് ഓഫ് ടൈമാണ്, ഒരു പോയിൻ്റ് ഓഫ് ടൈം ഉള്ളപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? സിൻസ് യൂസ് ചെയ്യുക. പീരീഡ് ഓഫ് ടൈം വരുമ്പോൾ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? 4 ആണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഹിയർ ഓൾസോ വി മെൻഷൻഡ് ആസ് ഫോർ ദ ലാസ്റ്റ് 1.5 years. സോ ദിസ് പെർട്ടിക്കുലർ, ദ സെക്കൻഡ് സെൻറ്റൻസ് ക്യാൻ ബി മെൻഷൻഡ് ആസ് she presented with 2 days history of cough and fever. So this is the right way to construct this particular sentence. She presented with 2-day history of cough and fever. So the very first mistake that you people have made in your comment is she is not was presented, it's presented. So always keep it in your mind. Presented എന്ന് പറയുന്നത് എന്താണ്? എനിക്ക് എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. I can only present myself. So was presented means someone else presented me. വേറൊരാൾ എന്നെ പ്രസൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് പറയാം? She presented എന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. വേറൊരാൾക്ക് എന്നെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. No one else will be able to present me. I'll be the only one who is able to present myself. So that will not be written in the passive voice. നമ്മളത് എങ്ങനെ എഴുതാനേ പാടുള്ളൂ? ആക്റ്റീവ് വോയിസിൽ എഴുതാൻ പാടുള്ളൂ. So she presented with 2-day history of cough and fever. 2-day history. 2-day എന്ന് നമ്മൾ പറഞ്ഞില്ലേ? 2-day history of 2 ദിവസത്തെ ഹിസ്റ്ററി ഓഫ് കോഫ് ആൻഡ് ഫീവർ. സിൻസ് 2 day എന്ന് നമ്മൾ പറയില്ല. ഒന്നാമത്തെ കാര്യം അവിടെ 2 days എന്നായിരുന്നു വരേണ്ടത്. സിൻസ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് ഉള്ളപ്പോൾ, അതായത് പോയിൻ്റ് ഓഫ് ടൈം ഉള്ളപ്പോൾ. ഫോർ എക്സാമ്പിൾ ഐ ക്യാൻ ഗിവ് യു ദാറ്റ് സിൻസ് 1993 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു 1993 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് അവിടെയുണ്ട്. അപ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുക? സിൻസ് ഉപയോഗിക്കുക. നമ്മളൊക്കെ ബോർഡ്സിലൊക്കെ കണ്ടിട്ടുണ്ടാകും എസ്റ്റാബ്ലിഷ് സിൻസ് 1957, വിച്ച് മീൻസ് 1957 മുതൽ അപ്പം തൊട്ട് എന്ന് പറയാനുള്ള ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം അവിടെയുണ്ട്. മറിച്ച് ഒരു പീരീഡ് ഓഫ് ടൈമാണ്. സിൻസ് 2 years, സിൻസ് 2 days എന്ന് പറയുമ്പോൾ ഒരു പോയിൻ്റ് ഓഫ് ടൈം അല്ല, അവിടെ ഒരു പീരീഡ് ഓഫ് ടൈമാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ എന്ത് വേണം? 2 years. സോ 4 ആണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ട റൈറ്റ് വേർഡ് എന്ന് പറയുന്നത്. He had depression following the death of his parents 1.5 years ago and which was treated. So okay, another one has gave me the comment, but there is also a slight mistake over there. He had depression, which means അവർക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. സോ അൺട്രീറ്റഡ് ഡിപ്രഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർക്ക് എന്തുണ്ട്? ഡിപ്രഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഷീ ഹാസ് ഹാഡ് നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഹാഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് പാസ്റ്റ് ടെൻസ്, വിച്ച് മീൻസ് റൈറ്റ് നൗ ദ പേഷ്യൻ്റ് ഇസ് നോട്ട് ഹാവിങ്. Yes, that is correct, Jobin. She presented with a history of fever and cough for 2 days.
ഫോർ 2 ഡേയ്സ് എന്ന് പറയുമ്പം വിത്ത് എ 2 ഡേ ഹിസ്റ്ററി എന്നാണ് പറയുക. പ്രസൻറ്റഡ് വിത്ത് എ ഹിസ്റ്ററി ഓഫ് ഫീവർ ആൻഡ് കോഫ് ഫോർ 2 ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഫീവറിൻ്റെയും കോഫിൻ്റെയും ഹിസ്റ്ററി ആയിട്ട് 2 ദിവസമായിട്ട് അയാൾ പ്രസൻറ്റഡ് ആയി. 2 ദിവസമായിട്ട് അയാൾ പ്രസൻറ്റഡ് അല്ലല്ലോ 2 ദിവസമായിട്ട്. ഫീവറും കോഫും 2 ദിവസമായിട്ടുണ്ട് എന്നല്ലേ നമുക്ക് അവിടെ മീനിങ് കൺവേ ചെയ്യേണ്ടത്. സോ ഹൗ വി ക്യാൻ റൈറ്റ് ഇറ്റ്? ഷീ പ്രസൻറ്റഡ് വിത്ത് എ 2 ഡേ ഹിസ്റ്ററി ഓഫ് ഫീവർ ആൻഡ് കോഫ്. That would be the best option. And when it comes to she had depression, it's not she had depression. അവിടെ എന്താണ്? she has had depression വരണം. ബിക്കോസ് ഇപ്പോഴും അവർക്ക് ഡിപ്രഷൻ ഉണ്ട്. she had depression എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അവരുടെ ഡിപ്രഷൻ ഉണ്ടായിരുന്നു. so she has had depression following the death of his parents 1.5 years ago, which was untreated. And which was untreated എന്ന് പറയുന്നതിനേക്കാളും ഷീ ഹാസ് അൺട്രീറ്റഡ് ഡിപ്രഷൻ ഫോളോയിങ് ദ ഡെത്ത് ഓഫ് ഹിസ് പാരൻസ് 1.5 years ago. So that would be the right statement. That's the mistake that you can correction that you can make in your particular sentence. So I hope it is clear for you people. So ഈ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? യെസ്. സോ നമ്മൾ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സോ വൈ വി കെയിം അപ്പ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് തിരുസ് അക്കാദമി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? വി ഹാവ് പ്രൊവൈഡിങ് ന്യൂ പീപ്പിൾ വിത്ത് മൾട്ടിപ്പിൾ ലൈവ്സ്. നമ്മൾ ഡെയിലി ലൈവ് സെഷൻസ് പോകാറുണ്ട്. എക്സാം ലാസ്റ്റ് മിനിറ്റ് ലൈവ് സെഷൻസ് പോകാറുണ്ട്. എക്സാമിന് മുന്നേ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ലാസ്റ്റ് മിനിറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കെയർഫുൾ ആയിരിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം നമുക്ക് ബാക്ക് ടു ബാക്ക് വി ആർ പ്രൊവൈഡിങ് ന്യൂ പീപ്പിൾ വിത്ത് ദ ലൈവ് സെഷൻസ്. സോ അതിൽ പല കാര്യങ്ങൾ നമ്മൾ കെയർഫുൾ ആവേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. So I personally suggest, we request you people to watch the previous lives as well. കാരണം ഓരോ പ്രാവശ്യത്തെ ലൈവിലും നമ്മൾ പല രീതിയിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു പ്രിപ്പറേഷനിൽ പറയുന്ന കാര്യമായിരിക്കില്ല ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിൽ കഴിഞ്ഞ ലൈവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. സോ പ്രീവിയസ് ലൈവ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? വാച്ച് ചെയ്യാവുന്നതാണ്. അതിനകത്തെല്ലാം നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഉണ്ട്. ആൻഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹിസ് പാരൻസ് he developed depression for the last 1.5 years and left untreated. After the death of his parents, he developed depression എന്ന് പറഞ്ഞാൽ he himself developed depression. അയാൾ മനഃപൂർവ്വം ഡെവലപ്പ് ചെയ്തതല്ലല്ലോ. അപ്പോൾ അവിടെ he developed എന്ന് പറയുന്നതിനേക്കാളും അയാൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. I hope it is clear. For the last 1.5 years and left untreated. ഓക്കെ, ഹായ് സായ, വെൽക്കം ടു ദ സെഷൻ. സോ ഇങ്ങനത്തെ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. സോ വെൻ ഇൻ യുവർ OET കേസ് നോട്ട് ദേ വിൽ ബി പ്രൊവൈഡിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ നോട്ട് ഫോംസ്. നമ്മൾ നോട്ട് ഫോമിലാണ് അവർ എന്ത് ചെയ്യുന്നത്? OET കേസ് നോട്ടിൽ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് സെൻറ്റൻസ് ആയിട്ട് എന്ത് ചെയ്യണം? കൺസ്ട്രക്ട് ചെയ്യണം. സോ ആ നോട്ട് ഫോമിൽ പ്രോപ്പറായിട്ട് നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോഴത്തേക്കിനും ഇതുപോലത്തെ മിസ്റ്റേക്സുകൾ എന്ത് ചെയ്യണം? വളരെ കെയർഫുള്ളായിട്ട് വേണം എഴുതാനായിട്ട്, കൺവേ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, ഐ ക്യാൻ ഗിവ് യു അനദർ തിങ്. പേഷ്യൻറ്റ്, കൺഫ്യൂസ്ഡ്, time. So how you can construct this particular information? Patient, confused, time. Hi Selmi, good afternoon. Vidya, Vijal, good afternoon everyone. Patient, confused, time. Patient, confused, time എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇസ് കൺഫ്യൂസ് റിഗാർഡിങ് ടൈം. സോ പേഷ്യൻ്റ് അല്ലെങ്കിൽ എന്താണ്? അപ്പോൾ പേഷ്യൻ്റ് എന്ന് നമുക്ക് കേസ് നോട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം നമ്മൾ എന്തുപയോഗിക്കും? ഹീ ഓർ ഷീ ഈസ് കൺഫ്യൂസ്ഡ്. ഹീ ഓർ ഷീ ഈസ് കൺഫ്യൂസ്ഡ് റിഗാർഡിങ് ടൈം. he or she is confused regarding time. Heyo or sheyo ആണ് എന്ത് ചെയ്യുന്നത്? കൺഫ്യൂസ്ഡ് ആകുന്നത് റിഗാർഡിങ് ടൈം. അവിടുത്തെ എന്ന് പറയുന്നത് എന്താണ്? റിഗാർഡിങ് would be the right explanation for that particular information. So the main thing that we wanted to tell you as part of the last minute preparation is whenever you are getting the case note, everything will be mentioned it in the note form. എല്ലാം നോട്ട് ഫോമിലായിരിക്കും നമ്മൾക്ക് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകുക. സോ അതൊക്കെ when you are constructing in your proper sentence, അത് കറക്റ്റ് മിസ്റ്റേക്സ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പ്രോപ്പർ സെൻറ്റൻസ് ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ,
അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് പോയിന്റ് ഓഫ് അവർ ഡിസ്കഷൻ. നമ്മൾ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ്റെ കാര്യം, നോട്ട് ഫോമിനെ കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ സെക്കൻഡ് പോയിന്റ് ഓഫ് ഡിസ്കഷൻ, ഇന്നത്തെ ഒരു ലൈവിൻ്റെ വേറൊരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് ഹൗ വി ക്യാൻ റിലേറ്റ് ദ റീഡർ, പേർപ്പസ് ആൻഡ് ദ കണ്ടീഷൻ. സോ കേസ് നോട്ടിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ യു ഗെറ്റ് യുവർ കേസ് നോട്ട് ദർ വിൽ ബി ഡയഗ്നോസിസ് ഓവർ ദെയർ. അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ഒരു കണ്ടീഷൻ ഉണ്ടാവാം, മൾട്ടിപ്പിൾ കണ്ടീഷൻ ഉണ്ടാകാം. So what you have to keep it in your mind is when you write the introduction. So introduction നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾക്ക് എന്താകും, നമ്മുടെ ബാക്കി ലെറ്ററിൻ്റെ കൺസ്ട്രക്ഷനും ഈസി ആയിരിക്കും. So there are 4 things that has to be there, that 4 information that have to be there in the introduction of an OET letter. So the very first one എന്ന് പറയുന്നത് എന്താണ്? Full name of the patient. Full name of the patient. Second information is type of letter. Third information, purpose. Fourth information would be current medical condition. Current medical condition would be the fourth information. So introduction ആത്ത്, ഒരു OET ലെറ്ററിൻ്റെ ഇൻട്രൊഡക്ഷനകത്ത് ഒരു ഫുൾ നെയിം ഓഫ് ദ പേഷ്യൻറ്റ് കാണണം, ടൈപ്പ് ഓഫ് ലെറ്റർ കാണണം, പർപ്പസ് കാണണം, കറൻറ്റ് മെഡിക്കൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻറ്റ് കാണണം, ഓർ കറൻറ്റ് മെഡിക്കൽ സ്റ്റേറ്റസ് ഓഫ് ദ പേഷ്യൻറ്റ് കാണണം. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ എസ് ടു ഐഡൻറ്റിഫൈ ദ ഫുൾ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിൻ്റെ പേര് നമുക്ക് ഈസി ആയിട്ട് കേസ് നോട്ടിൽ നിന്ന് കിട്ടും. ആൻഡ് വെൻ യു ഗോ ടു ദ റൈറ്റിംഗ് ടാസ്ക് ദേ വിൽ ബി മെൻഷനിങ് ദി ടൈപ്പ് ഓഫ് ലെറ്റർ ആസ് വെൽ. റൈറ്റിംഗ് ടാസ്കിൽ നമുക്ക് എന്ത് ഇൻഫർമേഷൻ അവൈലബിൾ ആയിരിക്കും? ടൈപ്പ് ഓഫ് ലെറ്ററും അവൈലബിൾ ആയിരിക്കും. സോ ഓൺലി ദർ ആർ 3 types of letter when it comes to OET writing for nurses: transfer, discharge and referral letter. ഈ 3 ലെറ്റേഴ്സാണ് നമുക്ക് സാധാരണ ഉള്ളത്. സോ ഇത് 3-ൽ ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. ദാറ്റ് ഹാസ് ടു ബി ദർ ഇൻ ദി ഇൻട്രൊഡക്ഷൻ. പിന്നെ എന്ത് പറയേണ്ട കാര്യം എന്താണ്? പർപ്പസ് ഓഫ് ദി ലെറ്റർ. പർപ്പസ് ഓഫ് ദ ലെറ്റർ എന്നുള്ള കാര്യം ഇസ് an another area that you need to be very careful. And based on the reader, ഇനി നമ്മൾ പിന്നീട് നോക്കേണ്ട കാര്യം എന്താണ്? ഹൂ ഈസ് ഗോണ ബി ദ റീഡർ? നമ്മളുടെ റീഡർ ആരാണ്? ആ റീഡർ എന്ത് പർപ്പസാണ് ചെയ്യുന്നത്? ഈ 2 കാര്യത്തിനെ കൂടെ റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എന്തെഴുതാനായിട്ട്? ഇൻട്രോയിൽ കറൻറ്റ് മെഡിക്കൽ കണ്ടീഷൻ എഴുതാനായിട്ട്. അതായത് ഫോർ എക്സാമ്പിൾ, ഒരു പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് MI ആണെന്ന് വിചാരിക്കുക, എന്താണ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണെന്ന് വിചാരിക്കുക. സോ ഒരു MI ഉണ്ടായ ഒരു പേഷ്യൻറ്റിന് നമ്മൾ എന്ത് കൊടുത്തു? മാനേജ്മെൻറ്റായിട്ട് ആൻജിയോപ്ലാസ്റ്റി കൊടുത്തു എന്ന് വിചാരിക്കാം. സോ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ആ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആകുമ്പോൾ വി ആർ പ്രൊവൈഡിങ് ദ പർപ്പസ് നോട്ട് ഫോർ ദ MI ബട്ട് ഫോർ ദ ആൻജിയോപ്ലാസ്റ്റി. അവിടെ നമ്മൾ എന്തിനാണ് പർപ്പസ് കൊടുക്കുന്നത്? MI എന്ന് പറയുന്ന ഡയഗ്നോസിസിനല്ല, മറിച്ച് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന അതിൻ്റെ മാനേജ്മെൻറ്റിനാണ് അവിടെ പർപ്പസ് കൊടുക്കുന്നത്. സോ whenever you are writing the current medical status in the introduction, ആദ്യം എന്ത് നോക്കണം? റീഡർ ആരാണ് എന്ന് നോക്കുക. റീഡർ ആരാന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. റീഡർ എന്ത് പർപ്പസാണ് ചെയ്യുന്നത് എന്ന് കൊടുക്കുക. റീഡർ എന്ത് പർപ്പസാണോ ചെയ്യുന്നത് ആ പർപ്പസ് ഏത് കണ്ടീഷനാണ്, ആ സിറ്റുവേഷൻ വേണം നമ്മളിവിടെ കൊടുക്കാനായിട്ട്, കറൻറ്റ് മെഡിക്കൽ കണ്ടീഷനായിട്ട് കൊടുക്കാനായിട്ട്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ഈ ഒരു കാര്യം എപ്പോഴും നമ്മളുടെ മൈൻഡിലുണ്ടാവണം. ആൻഡ് വൺസ് യു കംപ്ലീറ്റ് യുവർ ഇൻട്രൊഡക്ഷൻ, നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എക്സാമിന് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണം ഈ 4 ഇൻഫർമേഷൻ അവിടെ ഉണ്ടോ. ഫുൾ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്, ടൈപ്പ് ഓഫ് ദ ലെറ്റർ, പർപ്പസ് ഓഫ് ദ ലെറ്റർ ആൻഡ് കറൻറ്റ് മെഡിക്കൽ കണ്ടീഷൻ. സോ ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിലുണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോവുക. ബിക്കോസ് ഈ 4 ഇൻഫർമേഷൻ വിൽ ഓൺലി കംപ്ലീറ്റ് യുവർ ഇൻട്രൊഡക്ഷൻ. സോ സെൻറ്റൻസ് കൺസ്ട്രക്ഷനകത്ത് നോട്ട് ഫോംസ് വരുമ്പോൾ അതിനെ കറക്റ്റായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് അനദർ പോയിന്റ് ദാറ്റ് യു നീഡ് ടു ബി കെയർഫുൾ അബൌട്ട് ഇസ് റിഗാർഡിംഗ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻട്രൊഡക്ഷനകത്ത് നമ്മൾ ഈ 4 ഇൻഫർമേഷൻസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ 4 ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. റീഡർ ആരാന്ന് നോക്കുക, ആ റീഡർ എന്ത് പർപ്പസാണ് എടുക്കുന്നതെന്ന് നോക്കുക, ആ പർപ്പസ് വെച്ച് എന്ത് കണ്ടീഷനാണോ മാനേജ് ചെയ്യാൻ പറ്റുന്നത് ആ പെർട്ടിക്കുലർ കണ്ടീഷൻ വേണം നമ്മളിവിടെ ചെയ്യാനായിട്ട്, പേഷ്യൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷനിൽ എഴുതാനായിട്ട്. ദാറ്റ് ഈസ് ദി സെക്കൻഡ് തിങ്. ഇനി വെൻ ഇറ്റ് കംസ് ടു ദി നെയിം ഓഫ് ദി പേഷ്യൻറ്റ്,
ഇനി എല്ലാവർക്കും ഈയിടെയായിട്ട് ഹായ് ബിന്ദു ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഈയിടെയായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻറ്റിൻ്റെ നെയിം ചൂസ് ചെയ്യുക, അതിൻ്റെ ടൈറ്റിൽ ചൂസ് ചെയ്യുക എന്ന് പറയുന്ന കാര്യം. സോ വെൻ ഇറ്റ് കംസ് ടു ദ ടൈറ്റിൽ ഓഫ് ടൈറ്റിൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? മിസ്റ്റർ വരാറുണ്ട്, മിസ്സസ് വരാറുണ്ട്, മിസ് വരാറുണ്ട്, ഡോക്ടർ വരാറുണ്ട്. സോ ദീസ് 4 titles ആർ മെയിൻലി കോമൺലി സീൻ ഇൻ ആൻ OET ലെറ്റർ. സോ ഈ 4 ടൈറ്റിൽ വരുമ്പോൾ ആർക്കായിരിക്കും? റീഡറിനാണ് ഈ 4 ടൈറ്റിൽസ് വരുന്നത്. ഓൺ ദി അതർ ഹാൻഡ് മിസ്റ്റർ, മിസ്സസ്, മിസ്, ഈ പറയുന്ന 3 ടൈറ്റിൽസാണ് കൂടുതലും നമ്മൾ ആർക്ക് കാണാറ്? പേഷ്യൻറ്റിന് കാണാറ്. സോ ഇതിൽ ഏത് ടൈറ്റിൽ ചൂസ് ചെയ്യണം? സോ വാട്ട് വി വോണ്ട് ടു ടെൽ യു പീപ്പിൾ ഇസ് വാട്ട് OET ഈസ് മെൻഷനിങ് ഇൻ ദ കേസ് നോട്ട്. കേസ് നോട്ടിൽ OET പേഷ്യൻറ്റിന് എന്ത് ടൈറ്റിലാണോ പറഞ്ഞിരിക്കുന്നത് ആ ടൈറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? നമ്മുടെ ലെറ്ററിൽ എഴുതാനായിട്ട്. ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഏരിയ ദാറ്റ് യു നീഡ് ടു ബി കെയർഫുൾ അബൌട്ട്. ഇനി ടൈറ്റിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 16 ആൻഡ് ബിലോ. നമ്മളുടെ പേഷ്യൻ്റ് എന്താണ്? 16 ആൻഡ് ബിലോ ആണെങ്കിൽ അവരെന്തായിരിക്കും? മൈനർ ആയിരിക്കും. ദ പേഷ്യൻ്റ് വിൽ ബി മൈനർ. ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ദ പേഷ്യൻ്റ് ഇസ് 17 ആൻഡ് എബവ്, 17ഉം എബവ് ആണെങ്കിൽ പേഷ്യൻ്റ് എന്തായിരിക്കും? മേജർ ആയിരിക്കും. സോ ഈ ഒരു ഡിഫറൻസ് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? കൺസിഡർ ചെയ്താൽ മതി. സോ 16 ആൻഡ് ബിലോ ആണെങ്കിൽ മൈനർ ആയിരിക്കും, ദെൻ ദർ ഇസ് നോ നീഡ് ഓഫ് ടൈറ്റിൽ. ആൻഡ് 17 ആൻഡ് എബവ് ആണെങ്കിൽ പേഷ്യൻ്റ് വിൽ ബി മേജർ ആയിരിക്കും, ദെൻ വി ഹാവ് ടു ആഡ് ദി ടൈറ്റിൽ. സോ പിന്നെ നമ്മളവിടെ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ടൈറ്റിൽ ആഡ് ചെയ്ത് വേണം പേഷ്യൻറ്റിൻ്റെ പേര് എഴുതാനായിട്ട്. സോ ടൈറ്റിൽ എങ്ങനെയാണോ പേഷ്യൻറ്റിന് തന്നിരിക്കുന്നത്, മേജർ ആണെങ്കിൽ ആ ടൈറ്റിൽ ഉപയോഗിക്കുക. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ റീഡർ ഓൾസോ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ടൈറ്റിൽ കറക്റ്റായിട്ട് എങ്ങനെയാണോ റൈറ്റിംഗ് ടാസ്കിൽ തന്നിരിക്കുന്നത് ആ ഒരു കാര്യം കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ദ നെയിം ഓഫ് ദ റീഡറിൻ്റെ ഒരു കേസ് വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട അനദർ ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു പീപ്പിൾ ടു മെൻഷൻ ദ ഡെസിഗ്നേഷൻ ഓഫ് ദ റീഡർ ഇൻ ദ അഡ്രസ് ബാർ. സോ ചില സമയത്ത് കേസ് നോട്ടിൽ പറയും റൈറ്റ് എ ലെറ്റർ ടു ഡോക്ടർ ജേക്ക് പീറ്റർ ഇൻ സൗത്ത് വെസ്റ്റേൺ ഓസ്ട്രേലിയ ന്യൂട്ടൺ ഹോസ്പിറ്റൽ എന്ന് നമ്മളോട് പറയും. ജേക്ക് പീറ്റർ, സൗത്ത് വെസ്റ്റ് ഓസ്ട്രേലിയ, ന്യൂ ടൗൺ ഹോസ്പിറ്റൽ. സോ ഹോസ്പിറ്റലിൻ്റെ പേരുണ്ട്, സ്ഥലമുണ്ട്, റീഡറിൻ്റെ പേരുണ്ട്, ഡോക്ടർ ജേക്ക് പീറ്റർ എന്നുള്ള പേരുണ്ട്. പക്ഷേ അതിൻ്റെ ആ റൈറ്റിംഗ് ടാസ്കിൽ എന്ത് കൊടുത്തിട്ടില്ല? റീഡറിൻ്റെ ഡെസിഗ്നേഷൻ കൊടുത്തിട്ടില്ല. Then what you have to do is it will be provided somewhere there in the case note. കേസ് നോട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് എന്ത് കൊടുത്തിട്ടുണ്ടാവും? റീഡറിൻ്റെ ഡെസിഗ്നേഷൻ കൊടുത്തിട്ടുണ്ടാവും. സപ്പോസ് ഇൻ ദ ഡിസ്ചാർജ് പ്ലാൻ ഇറ്റ് വിൽ ബി മെൻഷൻഡ് ആസ് റെഫർ ദ പേഷ്യൻറ്റ് ടു എ ന്യൂറോളജിസ്റ്റ്. പേഷ്യൻറ്റിന് എന്ത് കൊടുക്കണം? ന്യൂറോളജിസ്റ്റിന് റെഫർ ചെയ്യണം. ആ ഒരു ന്യൂറോളജിസ്റ്റിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലെറ്റർ എഴുതുന്നത്. സോ ഇൻ ദ റൈറ്റിംഗ് ടാസ്ക് ഇറ്റ്സ് നോട്ട് നെസസറി ദാറ്റ് ദേ വിൽ ബി മെൻഷനിങ് ദ ഡെസിഗ്നേഷൻ ഓഫ് ദ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിനെ എന്ത് മെൻഷൻ ചെയ്ത് കാണില്ല? ഡെസിഗ്നേഷൻ മെൻഷൻ ചെയ്ത് കാണില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിത്തൗട്ട് എനി ഡെസിഗ്നേഷൻ വി വോണ്ട് ബി റൈറ്റിംഗ് ആൻ OET ലെറ്റർ. ഒരു ഡെസിഗ്നേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റീഡറിൻ്റെ ഡെസിഗ്നേഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാറില്ല? OET ലെറ്റേഴ്സ് എഴുതാറില്ല. ബിക്കോസ് ഡോക്ടർ ജേക്ക് പീറ്റർ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ലെറ്റർ എഴുതുന്നതിൻ്റെ റീസൺ എന്താണ്? ബിക്കോസ് ഹീസ് എ ന്യൂറോളജിസ്റ്റ്. അയാളൊരു ന്യൂറോളജിസ്റ്റ് ആണ്. പേഷ്യൻറ്റിനെ ഈ ന്യൂറോളജിക്കൽ കൺസൾട്ടേഷന് റെഫർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഇസ് വൈ വി ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ഡോക്ടർ ജേക്ക് പീറ്റർ. അപ്പോൾ ന്യൂറോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡെസിഗ്നേഷൻ ഇല്ലാതെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലെറ്റർ എഴുതാനായിട്ട് പറ്റില്ല. സോ വെൻ യു ആർ റൈറ്റിംഗ് ദ അഡ്രസ് ഓഫ് ദ റീഡർ യു ഹാവ് ടു മേക്ക് ഷുവർ യു ആർ റൈറ്റിംഗ് ദി ഡെസിഗ്നേഷൻ ഓൾസോ. അഡ്രസ് ഷുഡ് ബി എ കംപ്ലീറ്റ് വൺ വിത്തൗട്ട് എനി പങ്ക്ച്വേഷൻ. ഈ കാര്യം നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? ശ്രദ്ധിക്കണം. സോ നമ്മൾ റീഡറിൻ്റെ അഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു, ടൈറ്റിൽസ് യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? ഇൻട്രൊഡക്ഷൻ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ 4 പോയിൻറ്റുകൾ മിക്സ് ചെയ്യുന്നത്, 4 ഇൻഫർമേഷൻ കറക്റ്റായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ആ ഇൻഫർമേഷൻസ് എല്ലാം എഴുതിയിട്ട് അത് ക്രോസ് ചെക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു. കൺസിഡറിങ് ദ റീഡർ ആൻഡ് ദ പർപ്പസ്, ഈ റീഡർ ചെയ്യുന്ന പർപ്പസിനനുസരിച്ചുള്ള മെഡിക്കൽ കണ്ടീഷൻ വേണം എവിടെ എഴുതാനായിട്ട്? ഡിസ്ചാർജ് പ്ലാൻ ഇൻട്രൊഡക്ഷനിൽ മെഡിക്കൽ കണ്ടീഷനായിട്ട് എഴുതാനായിട്ട് എന്നുള്ള കാര്യം പറഞ്ഞു. ആൻഡ് ഇൻ OET ലെറ്റർ ഒരു നോട്ട് ഫോമിലായിരിക്കും കാര്യങ്ങൾ തന്നിട്ടുണ്ടാകുക. ആ നോട്ട് ഫോമിലുള്ള കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് കൺസ്ട്രക്റ്റ് ചെയ്ത്
വിത്തൗട്ട് എനി മീനിങ് ചേഞ്ച് ഉണ്ടാവാതെ എഴുതേണ്ട കാര്യത്തിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. സോ നമ്മൾക്ക് എന്താണ്, വെനെവർ യു ഗെറ്റ് എ കേസ് നോട്ട്, വാട്ട് യു ക്യാൻ ഡു ഇസ് ആഫ്റ്റർ ദ റീഡിംഗ് ടൈം യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ പെൻസിൽ. നിങ്ങൾക്ക് പെൻസിൽ എടുക്കാവുന്നതാണ്. സോ റീഡിംഗ് ടൈം കഴിഞ്ഞ് പെൻസിലെടുത്ത് പേഷ്യൻറ്റിന് ആ കേസ് നോട്ടിൻ്റെ മുകളിലായിട്ട് തന്നെ പേഷ്യൻറ്റിൻ്റെ പേര്, ജെൻഡർ പോലത്തെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് എഴുതി വെക്കുക. കാരണം ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് വാച്ച് ചെയ്യുമ്പോഴും ഒന്ന് റെഫർ ചെയ്യുമ്പോഴും എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അത് എഴുതാനായിട്ട് പറ്റണം. സോ എന്താണ്, ജെൻഡർ ചേഞ്ച് ഒന്നും വരുത്താതെ, മീനിങ് ചേഞ്ച് ഒന്നും വരുത്താതെ, ടൈറ്റിൽ ചേഞ്ച് ഒന്നും വരുത്താതെ പ്രോപ്പറായിട്ട് ആ ലെറ്റർ എഴുതാനായിട്ട് ശ്രമിക്കാം. സോ നമ്മളെന്താണ്, സോ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്തു. വി ഹാവ് ടു ബി വെരി മച്ച് തെറോ വിത്ത് ദ ഫോർമാറ്റ്. സോ ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താണ്, പേഷ്യൻറ്റിൻ്റെ പേര്, റീഡറിൻ്റെ പേര് പോലത്തെ കാര്യങ്ങൾ. ഈ ഓൾ ഇൻഫർമേഷൻ വിൽ കം ഇൻ ദി ഫോർമാറ്റിലാണ് ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം വരാറ്. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഫോർമാറ്റ് നമ്മളുടെ പക്ക ആയിരിക്കണം. ദാറ്റ് ഹാസ് ടു ബി എ പെർഫെക്റ്റ് വൺ. ഫോർമാറ്റ് റൈറ്റിങ്ങിൻ്റെ OET ലെറ്റർ റൈറ്റിങ്ങിൽ ഫോർമാറ്റിൽ നമ്മൾ ഒരു രീതിയിലുള്ള കോംപ്രമൈസസും ചെയ്യാനായിട്ട് പാടില്ല. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, റൈറ്റിംഗ് ഫോർമാറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് വരുത്തി, ജെൻഡർ ചേഞ്ച് ഒന്നും ഇല്ലാതെ തന്നെ ലെറ്റർ എഴുതി, ഈ മീനിങ് ചേഞ്ച് ഒന്നും വരുത്താതെ, ഇൻഫർമേഷൻസ് ഒന്നും മാറ്റാതെ, കറക്റ്റ് ടൈറ്റിലിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഒരു ലെറ്റർ എഴുതി കൊടുക്കുക ഉണ്ടാവണം. സോ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്തായിരിക്കണം, വളരെ കെയർഫുൾ ആയിരിക്കണം. സോ വി ആർ പ്രിറ്റി മച്ച് കോൺഫിഡൻറ്റ് വിത്ത് ദ ഫാക്ട് ദാറ്റ് യു പീപ്പിൾ വർ ഡൂയിങ് യുവർ പ്രിപ്പറേഷൻ ഇൻ എ വെരി ഗുഡ് മാനർ ഇൻ ദ ലാസ്റ്റ് കപ്പിൾ ഓഫ് മന്ത്സ്. കുറേ മാസങ്ങളായിട്ട് നിങ്ങൾ വളരെ നന്നായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുവാണ് എന്നുള്ള കാര്യം നമ്മൾക്കറിയാം. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എക്സാമിന് പോകുന്നതിന് മുന്നേ നമുക്കിങ്ങനെ വരാനായിട്ട് ചാൻസ് ഉള്ള മിസ്റ്റേക്സുകളെ കുറിച്ചും കൂടെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അവെയർ ആകുക. ഈ പറയുന്ന മിസ്റ്റേക്സുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ക്രോസ് ചെക്ക് ചെയ്യുക. സോ ദാറ്റ് യു കുഡ് ഗെറ്റ് ദ ഹയസ്റ്റ് സ്കോർ ഇൻ യുവർ റൈറ്റിംഗ് എക്സാമിനേഷൻ. സോ നമുക്ക് റൈറ്റിങ്ങിന് നമുക്ക് ആവശ്യത്തിന് ഏറ്റവും നല്ല സ്കോർ തന്നെ കിട്ടാനായിട്ട് ഇങ്ങനത്തെ ചെറിയ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കെയർലെസ് ആയിട്ട് വരുന്ന മിസ്റ്റേക്സുകളും കൂടെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ യു ഡോണ്ട് നീഡ് ടു ബി വറീഡ് അബൌട്ട് എനിത്തിങ്. എവറിത്തിങ് വിൽ ബി ഇൻ യുവർ hand. So these are the main things that we wanted to tell you. So നമ്മൾ ഇതുവരെ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ 5 പോയിൻറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. എന്തെല്ലാമായിരുന്നു, നോട്ട് ഫോമിനെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ മീനിങ് ചേഞ്ച് ഇല്ലാതെ പ്രോപ്പർ സെൻറ്റൻസ് ഉണ്ടായിരിക്കണം. Then we mentioned about the introduction of a letter. So there are 4 information that have to be there in the introduction. So അത് കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് റൈറ്റായിട്ട് ചെയ്യണം. Olivia talks, ma'am, do more videos about constructing letter. Yeah, definitely. Construction of a ലെറ്ററിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു സെഷൻ, അപ്കമിങ് സെഷൻ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഒലീവിയ ഫോർ സജസ്റ്റിംഗ് മീ എ ടോപ്പിക് വിത്ത്. സോ നെക്സ്റ്റ് വീക്കിൽ നമ്മളുടെ ഒരു ഡെയിലി റൈറ്റിംഗ് ലൈവ് സെഷൻ, ദാറ്റ് ഈസ് അറ്റ് ഓൺ ട്യൂസ്ഡേ അറ്റ് 4:30 PM. ട്യൂസ്ഡേയിൽ 4:30 PM എന്നുള്ള നെക്സ്റ്റ് വീക്ക് ലൈവിൽ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് കവിത, മാം, ഇഫ് ലെറ്റർ ഡേറ്റ മെൻഷൻഡ് ഓൺലി പേഷ്യൻസ് ഡോക്ടർ, how we will write designation? Doctor itself, പേഷ്യൻറ്റ് ഡോക്ടർ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഡോക്ടറാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, അയാളുടെ പേര് ഫസ്റ്റ് ലൈനിൽ പറയാം, നെക്സ്റ്റ് ലൈനിൽ എന്ത് പറയാം, ഡോക്ടർ എന്നുള്ള കാര്യം പറയാം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ കവിത. ഓക്കെ. സോ ഇനി ഈ പറയുന്ന തന്നെ നമ്മളെ ലാസ്റ്റ് ലൈവിൽ നിങ്ങൾക്ക് സോഷ്യൽ ഹിസ്റ്ററി എങ്ങനെ എഴുതണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. സോ അത് പ്ലീസ് ഡു വാച്ച് ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ ഹിസ്റ്ററിയെക്കുറിച്ചൊരു ഐഡിയ കിട്ടും. അതിൻ്റെ മുന്നിലത്തെ ലൈവ് സെഷനിൽ മെഡിക്കൽ ഹിസ്റ്ററി എങ്ങനെ എഴുതണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും നമ്മൾ പോയിട്ടുണ്ട്. സോ ഇൻട്രൊഡക്ഷൻസിനെ കുറിച്ചും നമ്മൾ പ്രീവിയസ് ലൈവ്സ് പോയിട്ടുണ്ട്. സോ ആ ലൈവ്സൊക്കെ കാണുക, സോ ദാറ്റ് യു കുഡ് ഗെറ്റ് എ കംപ്ലീറ്റ് ഐഡിയ റിഗാർഡിംഗ് ദി കൺസ്ട്രക്ഷൻ ഓഫ് ഇൻട്രൊഡക്ഷൻ, സോഷ്യൽ ഹിസ്റ്ററി, മെഡിക്കൽ ഹിസ്റ്ററി. ഇനി ഡിസ്ചാർജ് പ്ലാനും ഒലിവിയ സജസ്റ്റ് ചെയ്ത പോലെ ബാക്കി പ്രസൻറ്റ് കണ്ടീഷൻസിനും കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഡെഫിനറ്റ്ലി വി വിൽ ബി കമ്മിങ് അപ്പ് വിത്ത് മോർ ലൈവ്സ് ഫോർ യു പീപ്പിൾ. സോ വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ യു പീപ്പിൾ ഇസ് ഓൾ ദ വെരി ബെസ്റ്റ് ബിഫോർ യുവർ എക്സാമിനേഷൻ. സോ ഡു വെൽ ആൻഡ് ഗെറ്റ് മോർ റിസൾട്ട്സ്. സോ കീപ്പ് ഓൺ വാച്ചിങ് ഓൾ ദ ലൈവ് സെഷൻസ് ബിക്കോസ് നമ്മളെന്താണ് പല കോണ്ടൻറ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ഒരു ലൈവ് മാത്രമെന്നല്ല, ഇതിന് മുന്നുള്ള എല്ലാ എക്സാം ലൈവും നമുക്ക് എല്ലാം ഉപകരിക്കുന്ന കാര്യങ്ങളാണ്. സോ ആ പറയുന്ന ലൈവ്സും എല്ലാം കാണുക. അതിലെല്ലാം ഇൻഫർമേഷൻ, അതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് എല്ലാ ഇൻഫർമേഷനും നമുക്ക് അവൈലബിൾ ആണ്. സോ അതെല്ലാം കാണുക. പ്രിപ്പയർ യുവർ സെൽഫ് the best for your examination. So that's all for today. So we are winding up and all the very best once again. Thank you everyone. Thank you.